നമസ്കാരം. ഒരിക്കൽ കൂടി അമേരിക്കയ്ക്ക് ട്രംപിന് ഇറാനുമേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നിരിക്കുന്നു. ഇതിനു മുമ്പ് കൈപൊള്ളിയ അനുഭവം ട്രംപിനുണ്ട്. എന്നാൽ ഇത്തവണ കൈ പൊള്ളാനുള്ള കൈയകലത്തേക്ക് ട്രംപ് എത്തിയില്ല, അമേരിക്ക എത്തിയില്ല. വലിയ യുദ്ധസന്നാഹങ്ങളോടുകൂടി അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യം വെച്ച് ഇറങ്ങിപ്പുറപ്പെട്ടതിന് ശേഷം എന്താണ് സംഭവിച്ചത്? അമേരിക്കയുടെ പിന്മാറ്റം, ട്രംപിൻ്റെ പിന്മാറ്റം ഒരു തോറ്റിട്ടുള്ള പിന്മടക്കമാണോ? അതോ പുലി പതുങ്ങുന്നത് പോലെ എന്ന നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെയുള്ള പരിപാടിയാണോ? അതുമല്ല, ഇനി അപകട സാധ്യത മുൻകൂട്ടി കണ്ട് നേരത്തെ തടി കഴിച്ചിലാക്കിയതാണോ? ഇറാനുമേൽ അമേരിക്കയ്ക്ക് ആധിപത്യം സ്ഥാപിക്കാനും വിജയിക്കാനും കഴിയില്ലേ? ഇങ്ങനെ പലവിധ ചോദ്യങ്ങൾ അമേരിക്ക ഇറാനെ ലക്ഷ്യം വെച്ച് നടത്തിയ മുന്നേറ്റം അല്ലെങ്കിൽ നീക്കം ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിൽ ലോകത്താകെ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ട്രംപിൻ്റേത് രണ്ടും കൽപ്പിച്ചിട്ടുള്ള നീക്കമായിരുന്നു. വെനസ്വേലയിലെ പ്രസിഡന്റിനെ മഡുറോയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം വെനസ്വേലയുടെ എണ്ണ നിക്ഷേപത്തിന് മേൽ, എണ്ണ സമ്പത്തിന് മേൽ നീക്കം നടത്തുന്നതിനിടയിലെ ഉള്ള രണ്ടാമത്തെ നടപടി ഇറാനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. കൃത്യമായൊരു കാരണം ട്രംപിൻ്റെ മുന്നിലേക്ക് പതിവ് പോലെ വന്നു. ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം, ഇറാനിലെ ജനങ്ങളെ സഹായിക്കാൻ എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ട്രംപ് നീക്കം നടത്തിയത്. എന്നാൽ ആ നീക്കത്തിൽ നിന്നാണ് ഇപ്പോൾ പിന്മടങ്ങേണ്ടി വന്നത്. രണ്ടും കൽപ്പിച്ചിട്ടുള്ള ട്രംപിൻ്റെ നീക്കം വിജയിക്കില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ആൾ ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു. നേരത്തെ ട്രംപിനെ വിശ്വസിച്ച് ഇറാനെ ആക്രമിക്കുകയും ഇറാൻ ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ച് ഇസ്രായേലിനെ തിരിച്ച് ആക്രമിക്കുകയും ചെയ്തത് ലോകം കണ്ടതാണ്. ഒടുക്കം ഇസ്രായേലിന് തന്നെ പിന്മടങ്ങേണ്ടി വന്നു. അതിൻ്റെ ക്ഷീണം ഇറാനെ പോലെ തന്നെ ഇസ്രായേലിനും ഇപ്പോഴും തീർന്നിട്ടില്ല. ആ യുദ്ധ സമാന സാഹചര്യത്തിൻ്റെ ക്ഷീണം. പിന്നാലെ അമേരിക്ക ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് നേരിട്ട് ഇറാനിൽ ആക്രമണം നടത്തി. അതും ഫലവത്തായില്ല. എന്നാൽ കഷ്ടകാലമായിരുന്നു. എല്ലാത്തിനും ഇസ്രായേൽ അനുഭവിക്കേണ്ടി വന്നു. ഒടുക്കം തോറ്റു പിന്മാറി. അമേരിക്കയും മിണ്ടാതെ തടികയച്ചിലാക്കി, യുദ്ധം നിർത്തിക്കോ എന്ന് പറഞ്ഞ്. ഇപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ് എങ്കിലും അതിൻ്റെ ബലത്തിൽ ഇറാൻ ദുർബലമാണ് എന്ന ധാരണയിൽ ആക്രമിക്കാൻ പോയാൽ വിജയിക്കില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ ട്രംപിൻ്റെ സുഹൃത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനാണ്. ഇസ്രായേൽ ചാരക്കണ്ണുകൾ അത് എന്നും തിരിച്ചറിയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് നെതന്യാഹു ട്രംപിനെ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറ്റാൻ ഉപദേശിച്ചത് എന്ന് US മാധ്യമങ്ങൾ ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. രണ്ട് കാരണങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തേത്, ഇറാൻ ഭരണകൂടത്തെ മറിച്ചിടാൻ മാത്രം ശക്തമല്ല അവിടുത്തെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ എന്നതാണ്. മുമ്പ് പലപ്പോഴും ഇറാൻ ഭരണകൂടത്തിന് എതിരെ ഉയർന്ന പ്രക്ഷോഭങ്ങളുടെ പോലും കരുത്ത് ഇപ്പോഴത്തെ നിലയിൽ ഇറാനിൽ ഇപ്പോഴുള്ള ആഭ്യന്തര സമരത്തിന് ഇല്ല. അവരുടെ പിന്തുണയിൽ കലാപവും ഭിന്നിപ്പും ഉണ്ടാകുമെന്നും അതിൻ്റെ മേൽ കടന്നു കയറി ആഭ്യന്തര പ്രക്ഷോഭകാരികളുടെ പിന്തുണയോടെ ഇറാൻ ഭരണകൂടത്തെ മറിച്ചിടാം, അട്ടിമറിക്കാം, പകരം അവിടെ മറ്റൊരു ഭരണകൂടത്തെ സ്ഥാപിക്കാം എന്ന ലക്ഷ്യം നടപ്പിലാക്കുക സാധ്യമല്ല. ഇറാൻ ഭരണകൂടത്തെ മറിച്ചിടാൻ പ്രക്ഷോഭകാരികൾക്ക് കരുത്തില്ല എന്ന് US പിന്നീട് വിലയിരുത്തി. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇറാൻ ആയുധബലത്തിൻ്റെ കാര്യത്തിലും ദുർബലരല്ല, ഇപ്പോഴും ദുർബലരല്ല എന്നാണ്. ട്രംപ് കരുതിയിരുന്നത്, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു കരുതിയിരുന്നത്, നേരത്തെ ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയായി ഇറാൻ വലിയ തോതിൽ തിരിച്ചടിച്ചു, അതിൻ്റെയൊക്കെ തുടർച്ചയായി അവർ ദുർബലരായി എന്നാണ്. ഒരു വസ്തുതയുണ്ട്, അമേരിക്കയുടെ പല വിധത്തിലുള്ള ഉപരോധവും അന്നത്തെ ആ യുദ്ധസമാന സാഹചര്യവും ഒക്കെ ഇറാനെ സാമ്പത്തികമായി വല്ലാതെ ദൗർബല്യത്തിലേക്ക് തള്ളിവിട്ടു. അതിൻ്റെ അനുരണനമാണ് അവിടുത്തെ നാട്ടിലെ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതൊക്കെ അതിൻ്റെ കാരണത്താലാണ്. എന്നാൽ ആയുധത്തിൻ്റെ കാര്യത്തിൽ, രാജ്യത്തിനെതിരെ വരുന്ന ഒരു അതിക്രമത്തെ നേരിടാനുള്ള കാര്യത്തിൽ അവർ അത്ര ദുർബലരല്ല. അവർക്ക് നേരെ ആയുധമെടുത്താൽ ഏതറ്റം വരെയും പോകാൻ കരുത്തുള്ള രാജ്യവുമാണ്. അത്തരമൊരു സാഹചര്യം ലോക സമാധാനം തന്നെ കെടുത്തും. കാരണം ആ സംഘർഷാവസ്ഥ അനിശ്ചിത കാലം നീണ്ടു നിൽക്കും. പൂർണ്ണ വിജയം എളുപ്പത്തിൽ സാധ്യമാക്കാം എന്ന ധാരണയിൽ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കരുത് എന്നാണ് നെതന്യാഹു ട്രംപിനെ ഉപദേശിച്ചത് എന്നാണ് വാർത്തകൾ. അതുകൊണ്ട് മറ്റു വഴികൾ തേടുക എന്ന ഉപദേശം ട്രംപ് സ്വീകരിക്കുകയായിരുന്നു അത്രേ. ഇറാന് മേൽ ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്നും അതിവേഗം നടപടി സ്വീകരിക്കും മുമ്പ് ആലോചിക്കണം എന്നും ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ അറിയിച്ചതായി ആക്സിയസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് ഒരു ഏറ്റവും പ്രാഥമികമായും പ്രധാനമായും പരിഗണിക്കേണ്ട കാരണങ്ങളാണ്. ഇതിന് ശേഷം മറ്റ് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. അതൊന്ന് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ചൈനയുടെ സമ്മർദ്ദമാണ്. എന്തായാലും ആക്രമണ പദ്ധതി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത് ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരം കൂടിയാണ് എന്ന റിപ്പോർട്ടുകൾ പ്രധാനം തന്നെയാണ്. ആ സമ്മർദ്ദത്തിന്, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടുള്ള തിരിച്ചറിവിന് ട്രംപ് ഭാവി കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടി എടുത്തു എന്നുള്ളതാണ്. ഒപ്പം ഇറാൻ ചില കടുംപിടുത്തങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറുകയും ചെയ്തു
ചെയ്തു എന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം. എന്നിട്ട് നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാം. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആക്രമണ കാരണങ്ങളെ ഇറാൻ ദുർബലമാക്കി. പ്രക്ഷോഭകർക്ക് നേരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ഇറാൻ വിശദീകരിച്ചു. മാത്രമല്ല, പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കില്ല എന്ന് വരെ അവർ പ്രഖ്യാപിച്ചു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായ 26-കാരൻ ഇർഫാൻ സുൽത്താനിക്ക് വധശിക്ഷ വിധിച്ചിട്ടില്ല എന്ന ഇറാൻ്റെ നിലപാട് അവരുടെ ദേശീയ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇറാൻ തീരുമാനം നല്ലതാണ് എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നത്. ഇസ്രായേലിൻ്റെ ആവശ്യത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ സമ്മർദ്ദവും ട്രംപിന് മേലെയുണ്ടായി. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ സൗഹൃദം ട്രംപിനും അമേരിക്കയ്ക്കും ഏറ്റവും പ്രധാനമാണ്. ഇതേ തുടർന്ന് ആ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ആക്രമണ പദ്ധതി ഉപേക്ഷിച്ച് ഉപരോധ നടപടികൾ കർശനമാക്കും എന്ന് ട്രംപ് അവർക്ക് വാഗ്ദാനം ചെയ്തതായും വാർത്തകളുണ്ട്. കൂടുതൽ ഇറാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ US ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധപദ്ധതി നിന്ന് പിന്മാറിയതോടെ ഇറാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സാമ്പത്തിക ശൃംഖലകൾക്കും ആണ് ഉപരോധം. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നു എന്നതിനൊപ്പം ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയെന്നും ആരോപണം ഉന്നയിച്ച് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഈ നടപടികൾ പ്രഖ്യാപിച്ചു. ഉപരോധം ചുമത്തപ്പെട്ടവരുടെ US-ലെ ആസ്തികൾ മരവിപ്പിച്ചു. ഇവരുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് അമേരിക്കക്കാർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്യും ഈ നടപടി. എന്നാൽ ഇറാനിലെ പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് കുറഞ്ഞു എന്നും തൂക്കിലേറ്റൽ നിർത്തിവെച്ചു എന്നും ഉള്ള വിവരം ലഭിച്ചതായി ട്രംപും ഈ പിന്മാറ്റത്തിന് കാരണം എന്ന മട്ടിലുള്ള വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിലേക്കുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ചൈനയും രംഗത്തെത്തിയിരുന്നു. എല്ലാവരും സംയമനം പാലിക്കണമെന്ന ആവശ്യവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി രംഗത്തെത്തിയത് ഒരു മൂന്നാമത്തെ കാരണം ആയി ഉയർത്തിയിരുന്നു. അതായത് അതൊരാശങ്കയാണ്. മറ്റൊരു രാജ്യം ശക്തമായി ഇടപെടുന്നു, അതും ചൈനയെ പോലൊരു രാജ്യം ഇടപെടാൻ പോകുന്നു എന്നുള്ളത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗമോ ഭീഷണിയോ ഉണ്ടാകുന്നതിനെ ചൈന എതിർക്കുന്നതായി വാങ് യിയെ ഉദ്ധരിച്ച് ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി സിൻഹുവ റിപ്പോർട്ട് ചെയ്തിരുന്നു. പരിഹാരത്തിനായി ഊർജ്ജസ്വലമായ ഇടപെടൽ ചൈന നടത്തുമെന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു. ഇതും അമേരിക്കയുടെ പിന്മാറ്റത്തിനുള്ള ഒരു മൂന്നാമത്തെ കാരണമാണ്. ഇനി ഇറാനിലെ നിലവിലെ സാഹചര്യം അത് ഇറാൻ UN-ലും വിശദീകരിച്ചു. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ UN പ്രത്യേക യോഗം ആശങ്ക രേഖപ്പെടുത്തി എന്നുള്ള വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വിശദീകരണവുമായി രംഗത്തെത്തി. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നും പ്രക്ഷോഭകരിൽ നുഴഞ്ഞുകയറിയ പുറം ശക്തികളാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും അരാക്ചി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ അറിയിച്ചു. ഇറാനിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. അമേരിക്കയുടെ നിലപാട് കൂടി വ്യക്തമായതോടെ ഇറാൻ വ്യോമാതിർത്തികൾ തുറന്നു എന്ന വാർത്തയും വന്നു. US-ന്റെ യുദ്ധസന്നാഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ 5 മണിക്കൂറോളമാണ് വ്യോമാതിർത്തി ഇറാൻ അടച്ചത്. പല വിമാന കമ്പനികളും ഇറാനിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിലേക്ക് യുദ്ധഭീതി ഉയർത്തി പുറപ്പെട്ട US വിമാനങ്ങൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് റോയിട്ടേഴ്സിന്റെ വാർത്തയും വന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്വന്തം പൗരന്മാരോട് ഇറാനിൽ നിന്ന് സുരക്ഷിതമായി മടങ്ങുന്നതിന് നിർദ്ദേശവും നൽകപ്പെട്ടിരുന്നു. എന്നാൽ യുദ്ധസാധ്യത ഇല്ലാതായതോടെ ഈ ആശങ്കകളെല്ലാം അകലുകയാണ്. ഇറാനിലെ ആഭ്യന്തര യുദ്ധത്തിന് പൊതു നേതൃത്വമില്ലാത്തതും മുന്നോട്ട് വെക്കാൻ ഒരു നേതാവില്ലാത്തതും US-നെ ഇരുത്തി ചിന്തിപ്പിച്ച കാര്യമാണ്. വെനസ്വേലയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ US തന്നെ വളർത്തിയെടുത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, നൊബേൽ സമ്മാനം വരെ നേടിയ മരിയ മച്ചാഡോ. എന്നാൽ ഇറാനിൽ അത്തരമൊരു നേതാവിനെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് ജീവിക്കുന്ന റേസ പഹ്ലവിയാണ് ഒരാൾ. നിലവിലെ സാഹചര്യത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ അവസരം കിട്ടിയാൽ ഭരിക്കാം, അമേരിക്ക ആ ഭരണം പിടിച്ചെടുത്തത എന്ന മട്ടിൽ അധികാരം ലക്ഷ്യം വെച്ച് കുറേ നാളുകളായി പ്രസ്താവന ഇറക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന റേസ പഹ്ലവി ഇപ്പോൾ ട്രംപിന് അത്ര ഇഷ്ടമുള്ള ആളല്ല എന്നാണ് പറയുന്നത്. പഴയ ആഭിമുഖ്യം ഇല്ല എന്ന് വാർത്തകൾ വരുന്നുണ്ട്. കാരണം എല്ലാത്തിനും ഒരു സഹായവും കിട്ടുന്നില്ല. ആഭ്യന്തരമായിട്ട് അമേരിക്ക ഇങ്ങനെയൊക്കെ ഒന്ന് ആക്രമിക്കാമെന്ന് വെച്ച് നിൽക്കുമ്പം അതിനനുസരിച്ച് അവിടുത്തെ ആഭ്യന്തര സഹായം കിട്ടുന്നില്ല. അത് പഹ്ലവിക്ക് ഉള്ള സ്വാധീനക്കുറവിൻ്റെ ലക്ഷണമെന്നാണ് ട്രംപ് കരുതുന്നത് അത്രേ. US-ന്റെ പിന്തുണയോടെ ഇറാനിൽ പുതിയ ജനാധിപത്യ സർക്കാർ രൂപീകരിക്കാൻ ഒരുക്കമാണ് എന്ന് നേരത്തെ തന്നെ പഹ്ലവി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം വിദേശത്താണ്, അവിടെ നിന്ന് നാടുകടത്തപ്പെട്ട ആളാണ്. ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നാണ് ഇറാനിൽ നിന്ന് ഷാ മുഹമ്മദ് റേസ പഹ്ലവിയുടെ മൂത്ത മകനായ അദ്ദേഹം US-ലേക്ക് സ്ഥലം മാറിയത്. അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്നും പക്ഷേ ഭരിക്കാൻ കഴിയും വിധമുള്ള പിന്തുണ ഇറാനിൽ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നും ട്രംപ് പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്റർനെറ്റ് നിരോധനവും പ്രക്ഷോഭകർക്കെതിരായ നടപടികളും തുടരുന്നുണ്ടെങ്കിലും രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ശക്തി കുറഞ്ഞതായാണ് ഇപ്പോൾ വരുന്ന അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ചയ്ക്ക് ശേഷം നഗരങ്ങളിൽ പ്രതിഷേധ റാലികൾ ഇറാനിൽ നടന്നിട്ടില്ല. വ്യാഴാഴ്ച ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെടിവെപ്പ് ശബ്ദങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് തന്നെ വാർത്താ ഏജൻസി AP റിപ്പോർട്ട് ചെയ്തത് പത്രങ്ങളിലുണ്ട്. എന്നാൽ പ്രക്ഷോഭകാരികൾക്കെതിരായ അറസ്റ്റ് നടപടികൾ തുടരുകയാണ് എന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് ലഭ്യമല്ലാത്തതിനാൽ സ്റ്റാർലിങ്ക് വഴി മസ്കിന്റെ സ്റ്റാർലിങ്ക് അവിടെ സൗജന്യ സേവനം പ്രഖ്യാപിച്ചിരുന്നു. അതുവഴി ചിത്രങ്ങൾ രാജ്യത്തിന് പുറത്തെത്തിക്കുന്നവർക്കെതിരെയും കടുത്ത നടപടികൾ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും പ്രക്ഷോഭകർക്കെതിരായ നീക്കം ജനതയ്ക്കെതിരായ നീക്കമല്ലെന്നും വിഘടനവാദികളായി നുഴഞ്ഞുകയറിയവർക്കെതിരായതാണ് എന്നും ആരെയും തൂക്കിലേറ്റാൻ പദ്ധതിയില്ല എന്നും അബ്ബാസ് അരാക്ചിയും പറഞ്ഞതോടെ കാര്യങ്ങൾ തണുക്കുകയായിരുന്നു. അമേരിക്കയുടെ പിന്മാറ്റത്തോടെ വലിയ സംഘർഷ സാധ്യതയാണ്, ആശങ്കയാണ് ലോകത്തിന് മുന്നിൽ നിന്ന് ഒഴിഞ്ഞുപോയത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ ദൗത്യം പരാജയപ്പെടുമെന്ന ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പും ഗൾഫിലെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദവും രണ്ടും കൽപ്പിച്ചിട്ടുള്ള ചൈനയുടെ നീക്കവും ഇറാൻ പിന്മാറില്ല എന്ന നിലപാട് പ്രഖ്യാപനവും ട്രംപിനെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്ന് വേണം കരുതാൻ. തൽക്കാലം ആര് ജയിച്ചു, ആര് തോറ്റു, ആര് പിന്മടങ്ങി, ആരാണ് കരുത്തർ എന്നതിനൊക്കെ അപ്പുറത്ത് ഒരു യുദ്ധസമാന സാഹചര്യം ഈ വർത്തമാന കാലത്ത് നിന്ന് ഒഴിഞ്ഞു പോയതിൽ തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് ആശ്വസിക്കാം. നന്ദി, നമസ്കാരം.